ദൈവം തമ്പുരാൻ ഇത്ര വലിയ ക്രൂരമായി ആ കുടുംബത്തോട് പെരുമാറിയൂ എന്നുള്ളൊരു സങ്കടം. സ്വന്തം പിതാവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന പിള്ളേർ ഈ കാലത്ത് ഇല്ല. ഇപ്പൊ ഞാൻ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സ്നേഹിക്കും നമുക്കൊരു പിടുത്തവുമില്ല. 19 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ് സ്വന്തം അച്ഛന് വേണ്ടി സ്വന്തം കരൾ പകർത്തു കൊടുക്കുക. സിനിമയിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെ മാത്രം കണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. 100% ഞങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു. എന്തു പറയണമെന്നോ എന്ത് എഴുതണമെന്നോ അറിയാത്ത അവസ്ഥ. മാതാപിതാക്കളെ നടതള്ളുന്ന ഈ കാലത്ത് സ്വന്തം പിതാവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മകൾ വേറെ കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് ജീവനായിരുന്നു, അല്ല ജീവന്റെ ജീവനായിരുന്നു അമൃതയ്ക്ക് അച്ഛൻ പ്രദീപ്. അച്ഛന്റെ ജീവൻ നിലനിർത്താൻ തന്റെ കരളിലെ 70% സന്തോഷത്തോടെ പകുത്തു നൽകിയ മകളാണ് അമൃത. ദൈവം എന്തിനാണ് ഇങ്ങനെ ക്രൂരത കാട്ടിയത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ്. അച്ഛനെ രക്ഷിക്കാൻ സ്വന്തം കരൾ പകുത്തു നൽകിയ പൊന്നുമകളെ തനിച്ചാക്കിയാണ് പ്രദീപ് മടങ്ങിയത്. വാക്കുകൾക്ക് അതീതമായ വേദനയുടെ നിമിഷങ്ങളിലൂടെയാണ് പത്തനംതിട്ട കൊടുമൺ എന്ന ഗ്രാമം കടന്നു പോകുന്നത്. അച്ഛൻ ജീവിതത്തിലേക്ക് കരുത്തോടെ തിരിച്ചു വരുമെന്നും പഴയതുപോലെ തനിക്കൊപ്പം ഉണ്ടാകുമെന്നും ആ പൊന്നുമോൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു നാട് മുഴുവൻ ആ വലിയ സ്നേഹത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് ആ വിയോഗ വാർത്ത എത്തുന്നത്. സ്നേഹനിധിയായ അച്ഛന്റെ വിയോഗം കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇത് കാണുന്നവരെല്ലാം ഈ കുഞ്ഞനുജത്തിക്ക് താങ്ങായും തണലായും കൂടെ ഉണ്ടാകണമേ എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. 19 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ് ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി കയറുമ്പോൾ തന്നെ സ്വന്തം അച്ഛന് വേണ്ടി സ്വന്തം കരൾ പകർത്തു കൊടുക്കുക. സാധാരണഗതിയിൽ നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെ മാത്രം കണ്ടിരുന്നത് ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ കാണുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. സ്വന്തം അച്ഛന് ജീവന് വേണ്ടി കരൾ പകർത്തു കൊടുത്ത ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസം പോലും നിർത്തിവെച്ച് ആ അച്ഛൻ്റെ ജീവന് വേണ്ടി കരൾ പകർത്തു കൊടുത്തതൊക്കെ ദൈവം അവന് അവിടെ കൂടെ ജീവിക്കാൻ അനുവാദം കൊടുത്തില്ല എന്ന വലിയൊരു പോരായികയിലൂടെയാണ് കൊടുമണ്ണിലെ ജനം ഇന്ന് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കൊടുമണ്ണിലെ പൊതുസമൂഹം അത്യാവശ്യം സഹായിക്കാവുന്ന മേഖലയിലെല്ലാം സഹായിച്ചു. ഒപ്പം അമർഷാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വം നടത്തിയ വലിയൊരു പ്രവർത്തനം. ഭൂലോകത്ത് ആർക്കും ഇങ്ങനെ അനുഭവം കേൾക്കുവാൻ പോലുമോ സിനിമയിലോ പോലും കാണാൻ ഇടയാവരുതെന്നുമാണ് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവൻ കൊടുമണ്ണിനെ സംബന്ധിച്ച് ഞങ്ങളെ വളരെ കരുതലോടെ കാത്തിരിക്കുകയാണ്. സ്വന്തം അച്ഛനോട് കാണിച്ച താല്പര്യം, കുടുംബത്തോട് കാണിച്ച താല്പര്യം, അതിലിപ്പോൾ ജീവനോട് കാണിച്ച താല്പര്യം ഒരു മനുഷ്യനും കാണിക്കത്തില്ലേ. ഒരു മനുഷ്യൻ പോലും അമ്മയും പെറ്റമ്മയും മക്കളെയും നോക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിൽ ഒന്നും അറിയാതെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം പോലും കിടക്കാത്തൊരു കുഞ്ഞ് സ്വന്തം കരൾ പകർത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുകൊണ്ട് കഥയിലും സിനിമയിലുമല്ല, ഇത് നമ്മുടെ യാഥാർത്ഥ്യമായി ഞങ്ങൾ കണ്ടനുഭവിച്ചതാണ്. ആ കുടുംബത്തോടുള്ള ദുഃഖത്തിൽ അതോടൊപ്പം തന്നെ ദൈവം തമ്പുരാൻ ഇത്ര വലിയ ക്രൂരമായി ആ കുടുംബത്തോട് പെരുമാറിയൂ എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ കുഞ്ഞിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ സംരക്ഷണത്തിൽ കൊടുമണ്ണിലെ പൊതുസമൂഹം ആ കുടുംബത്തോടുണ്ടാകും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പിതാവിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന പിള്ളേർ ഈ കാലത്ത് ഇല്ല. ഇപ്പൊ ഞാൻ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സ്നേഹിക്കും നമുക്കൊരു പിടുത്തവുമില്ല. ഇപ്പൊ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ മോളോട് എനിക്ക് ഏറ്റവും വാത്സല്യമുള്ളത്. കാരണം വെച്ചാൽ അമൃതയെ പോലൊരു പെൺകുട്ടി ഈ ലോകത്ത് അപൂർവമായിരിക്കും. അവൾക്ക് അവിടെ അച്ഛൻ എന്ന് പറയുന്നത് വലിയ ജീവനായിരുന്നു. അതുകൊണ്ടാണ് 19 വയസ്സുള്ള അവിടെ കരളാണ് വളർന്നു കൊടുത്തത്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇവൻ്റെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചു. ആ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് അവൾ ആ നില പഠിക്കാനെ കൊണ്ടും പിടിക്കുക 2 പിള്ളേരായിരുന്നു. അവർ 2 പേരും അച്ഛനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. കാലത്ത് ഇങ്ങനെ അച്ഛനെ സ്നേഹിക്കുന്ന ആരും കാണത്തില്ല. 100-ൽ 1-2 എണ്ണം. ഒന്ന് ആലോചിക്കണം എത്ര വയസ്സുണ്ടെന്നുള്ളത് ആലോചിക്കണം. 19 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളൊരു 100% ഞങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു. ഒരു കുടുംബത്തിന്റെ അത്താണിയല്ലേ. തിരിച്ചു വന്നു അന്ന് 26 ദിവസമായില്ലേ. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. പ്രദീപ് ഈ വണ്ടിയുടെ ഷോറൂം മാനേജറായിരുന്നു. ആദ്യം മഹേന്ദ്രയിലായിരുന്നു. ഒത്തിരി നാട്ടിലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഇറങ്ങുകയും സഹകരിക്കുകയും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിനൊരു ഇതായിരുന്നു. ഒരിക്കലും 100% ഒരു പ്രതീക്ഷയിൽ 100% ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വന്ന് വീണ്ടും ആ കുടുംബമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഇതായിരുന്നു. എല്ലാവർക്കും ദൈവം ഇങ്ങനെ ക്രൂരത കാണിക്കുന്നു. ഇപ്പൊ പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല. പുള്ളിയുടെ ആയുസ് അത്രയേ ഉള്ളൂ.